എത്രയോ പ്രാവശ്യം ഞാൻ നിന്നിൽ നിന്നകന്നു പോയി, അറിഞ്ഞും അല്ലാതെയും തിന്മകൾ ചെയ്തു പോയി. എങ്കിലും സ്നേഹമതാൽ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും സ്നേഹമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 4-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഇന്നലകളിൽ എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ നീതിയായ ദൈവമേ എന്നാണ് ദാവീദ് പ്രാർത്ഥനയിൽ ഓർക്കുന്നത്. എൻ്റെ ദൈവം ഞാൻ നിലവിളിക്കുമ്പോൾ ഉത്തരമരുളും എന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്. ദാവീദ് ഗോലിയാത്തിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നത്, എന്നെ സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവമേ, ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും എന്നാണ്. ഇന്നലകളിൽ കൂടെ നിന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം, ഞെരുക്കങ്ങളുടെ മധ്യത്തിലും വിശാലത വരുത്തുന്ന ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് ഈ വാക്യങ്ങളിൽ മുഴങ്ങി നിൽക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രതിസന്ധികൾ ഏറും, പ്രശ്നങ്ങൾ ഏറും. എന്നാൽ ഇന്നലകളിൽ കൂടെ ഇരുന്ന് നടത്തിയ ദൈവം ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നമ്മളെ കരുത്തുള്ളവരാക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നിലവിളി കേട്ട് എൻ്റെ ഞെരുക്കങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.